ഒറ്റപ്പാലം സബ് കളക്ടർ PB നൂഹാണ് സ്പെഷ്യൽ ഓഫീസർ. ഏകോപന സമിതിയിൽ MP, MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ അംഗങ്ങളായിരിക്കും. സ്പെഷ്യൽ ഓഫീസറാണ് കൺവീനർ. തൊഴിലുറപ്പ് പദ്ധതിയിലെ പ്രവൃത്തി ദിനങ്ങൾ 100-ൽ നിന്ന് 200 ആക്കും. ഡിസംബർ മുതൽ ഇത് ലഭ്യമായി തുടങ്ങും. പ്രധാനമന്ത്രി സഡക് യോജനയിൽ ഉൾപ്പെടുത്തി 16 റോഡുകളുടെ നിർമ്മാണത്തിനായുള്ള 76 കോടി രൂപയുടെ പദ്ധതി പ്രവർത്തനം തുടങ്ങിയതായും മന്ത്രിസഭാ തീരുമാനങ്ങൾ അറിയിച്ച മന്ത്രി KC ജോസഫ് പറഞ്ഞു. 16 റോഡുകൾ ആകെ ചെലവ് 74 കോടി രൂപയാണ്. എല്ലാ നടപടിയും പൂർത്തിയാക്കി ടെൻഡർ അവാർഡ് ചെയ്ത് ഇന്നലെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഒരു ജില്ലയ്ക്ക് പോലും നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഇത്രയും വിജയമുണ്ട്. അട്ടപ്പാടി 3 പഞ്ചായത്താണ്, ഒരു ബ്ലോക്കാണ്. അവിടെ മാത്രമായിട്ട് 76 കോടി രൂപ അനുവദിച്ചു. വട്ടുലക്കി ഫാമിംഗ് സൊസൈറ്റിയുടെ പ്രവർത്തനം നിർത്താനും സൊസൈറ്റി കീഴിലുള്ള 1200 ഏക്കർ ഭൂമി അട്ടപ്പാടിക്കാർക്ക് നൽകുന്ന കാര്യം പഠിക്കാനും സർക്കാർ തീരുമാനിച്ചു. വനമന്ത്രിയും റവന്യൂ മന്ത്രിയും ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് നൽകും. ഇത്രയും നടപടികൾ പ്രഖ്യാപിക്കുമ്പോഴും അട്ടപ്പാടിയിൽ സർക്കാരിന് വീഴ്ച പറ്റിയിട്ടില്ലെന്നായിരുന്നു മന്ത്രി KC ജോസഫിന്റെ നിലപാട്. വീഴ്ച സംഭവിച്ച ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നെ കോട്ട് ചെയ്ത് അങ്ങനെ എല്ലാ വാർത്തയും ഞാൻ കണ്ടു. വളരെ നിർഭാഗ്യകരമായി പോയത്. അവിടെ രണ്ട് ദിവസത്തെ റിവ്യൂവിലും കുറേ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചു. പോരായ്മകളൊന്നും ഞാൻ പറഞ്ഞില്ല, പോരായ്മകളുണ്ട്. അത് പരിഹാരം ഉണ്ടാക്കുന്ന പറഞ്ഞത്, അല്ലാതെ വീഴ്ചയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സർക്കാർ തീരുമാനങ്ങൾ എടുത്ത സാഹചര്യത്തിൽ CPM-ഉം CPI-യും നടത്തുന്ന സമരം പിൻവലിക്കണമെന്നും KC ജോസഫ് ആവശ്യപ്പെട്ടു. മീഡിയ 1 തിരുവനന്തപുരം.